നിങ്ങൾ അങ്കമാലിയിൽ നിലവിൽ പറഞ്ഞിരിക്കും പ്രകാരം വരാൻ പോകുന്ന ബൈപ്പാസിനടുത്തായി ഒരു വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. NH-ൽ നിന്നും വെറും 700 മീറ്റർ മാത്രം മാറി 13 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനം വരുന്ന ഈ 4 BHK വീട് സ്ഥിതി ചെയ്യുന്നത് കരയാമ്പറമ്പിലാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥർ അവരുടെ പഴയ 26 വർഷം പഴക്കമുള്ള വീട് പൊളിച്ച് അതേ ബേസ്മെൻറ്റിൽ പുതിയ വീട് വയ്ക്കുക ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. വറ്റാത്ത കിണർവെള്ള സൗകര്യമുണ്ട്. 13 സെൻറ്റും വീടും 7 സെൻറ്റും വീടും അതല്ലെങ്കിൽ 6 സെൻറ്റ് പ്ലോട്ട് എന്നീ 3 രീതിയിലാണ് ഉടമസ്ഥന് വീട് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിലെ അലൈൻമെൻറ്റ് പ്രകാരം അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് തുടങ്ങുന്നതും ഏകദേശം ഈ വീട്ടിൽ നിന്നും 500 മീറ്റർ മാത്രം മാറിയാണ്. വീടിരിക്കുന്ന ഈ 13 സെൻറ്റ് സ്ഥലത്ത് 600 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പഴയ ഔട്ട് ഹൗസും കൂടിയുണ്ട്. കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു കോമൺ ബാത്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 4 ബെഡ്റൂമുകളും ഓപ്പൺ ടെറസുമുള്ള 13 സെൻറ്റിലെ 1900 സ്ക്വയർ ഫീറ്റിൽ NH-ൽ നിന്നും വെറും 700 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. ഈ തുക നെഗോഷ്യബിളുമാണ്, ലോണും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും വീടുമാണ് ആവശ്യമെങ്കിൽ അതിന് ഉടമസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 58 ലക്ഷം രൂപയും, നിങ്ങൾക്ക് 6 സെൻറ്റ് സ്ഥലം മാത്രമാണ് ആവശ്യമെങ്കിൽ അതിന് ഉടമസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 25 ലക്ഷം രൂപയുമാണ്. ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന ഈ തുകയെല്ലാം നെഗോഷ്യബിളുമാണ്, ലോണും അവൈലബിൾ ആണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളിക്ക് 28 കിലോമീറ്ററും ആലുവയ്ക്ക് 17 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 8.5 കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും അങ്കമാലിക്ക് 3 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീട് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക്